ഓർഡർ ചോദ്യം നമ്പർ 271 ശ്രീ ആർ രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, ഉണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ നല്ല കൃഷിമുറകൾ, ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് പാലിച്ചുകൊണ്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ സുരക്ഷിതമായ പഴം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട 407 ക്ലസ്റ്ററുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പ് കേരള ഓർഗാനിക് എന്ന ലേബലിൽ ഈ വരുന്ന വിഷുവിന് വിപണനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സർ, ബി, വിശേഷ ദിവസങ്ങൾ കൂടാതെ എല്ലാ ദിവസങ്ങളിലും സേഫ് ടു ഈറ്റ് പദ്ധതി ഉൾപ്പെടുത്തി പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സാർ, ഈ കേരള ഓർഗാനിക് എന്ന അതിൻ്റെ ബ്രാൻഡ് നെയിം എന്നതിൻ്റെ ലോഗോ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭ ലോഞ്ചിൽ വെച്ച് അത് പ്രകാശനം നിർവഹിക്കാൻ പോകുന്നു. സാർ, ശ്രീ ആർ രാമേന്ദ്രൻ. സർ, ആവശ്യത്തിലധികം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് ക്രമീകരിക്കുന്നതിന് എല്ലാ ജില്ലകളിലും ശീതീകരണ സംവിധാനങ്ങളും സംസ്കരണ സംവിധാനങ്ങളും അടങ്ങിയ സംസ്കരണശാലകൾ സ്ഥാപിക്കാൻ പദ്ധതിയുണ്ടോ? പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ സംസ്കരിക്കുന്നതിന് ആവശ്യമായ പരിശീലന കേന്ദ്രം ആരംഭിക്കുമോ? നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിന് പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി പലപ്പോഴും വിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാതെ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ വില കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സംസ്ഥാന കൃഷി വകുപ്പ് അതിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് ഓരോ പ്രദേശത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറി എത്രയാണ്, ഏത് സീസണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് 52 ആഴ്ചയുടെ ഒരു പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഷെഡ്യൂൾ ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സാർ, അതനുസരിച്ച് ഇതിന് മാർക്കറ്റിംഗ് സംവിധാനം ശക്തിപ്പെടുത്താനും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ശീതീകരണ സംവിധാനത്തിലൂടെ സംഭരിക്കാനും വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൂൾ ചെയിൻ സിസ്റ്റം അടുത്ത വർഷം മുതൽ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. സാർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സംസ്ഥാനത്തെ ചെറുകിട നാമമാത്ര കർഷകർ, മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട കർഷകരിൽ നിന്നും പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിപണനം ചെയ്യുന്നതിന് ഇപ്പോൾ നിലവിലുള്ള സംവിധാനം പര്യാപ്തമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഈ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്? സാർ, ഇപ്പോൾ ഈ മട്ടുപ്പാവുകളിൽ കൃഷി ചെയ്യുന്ന ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൃഷി നടത്താനാണ് കൃഷി വകുപ്പ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില പല വീടുകൾ ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പായി ചേർന്നുകൊണ്ട് മട്ടുപ്പാവ് കൃഷി ചെയ്യുകയാണെങ്കിൽ അവരെ പ്രത്യേകമായ ക്ലസ്റ്ററുകളായിട്ട് അവരെ പരിഗണിച്ചുകൊണ്ട് ആ ക്ലസ്റ്റർ രൂപീകരിക്കാനുള്ള അവസരം കൃഷി വകുപ്പ് നൽകുകയും അവരുൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി കൃഷി വകുപ്പിൻ്റെ തന്നെ ഓർഗാനിക് ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഇക്കോ ഷോപ്പുകളിലോ ക്ലസ്റ്ററുകളുടെ ഷോപ്പുകളിലോ വിൽപ്പന നടത്താൻ ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനം കൃഷി വകുപ്പ് ഒരുക്കി കൊടുക്കുന്നതായിരിക്കും. സാർ, ശ്രീ ചിറ്റയം ഗോപകുമാർ. സാർ, മലയാളികളുടെ ബോധമണ്ഡലത്തിലേക്ക് വിഷരഹിത ഭക്ഷണത്തിൻ്റെ ആവശ്യകത പതിയാണെങ്കിൽ അതിശക്തമായി കടന്നു വരികയാണ്. സാർ, ഇത് രോഗങ്ങൾ വരാതെ മനുഷ്യ ശരീരത്തെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. സാർ, ഇന്ന് പച്ചക്കറികൾ തന്നെ രോഗവാഹകരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ, അതുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷലിപ്ത പച്ചക്കറികളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാമോ? പച്ചക്കറികളുടെ ഗുണനിലവാരം പരിശോധിച്ച് സുരക്ഷത ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുന്നു? സാർ, ഇതര സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിഷലിപ്തമായ പച്ചക്കറികളുടെ ഉപയോഗം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമുക്ക് സ്വയം പര്യാപ്തമായ രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്കാണ് അടുത്ത 5 കൊല്ലത്തിനകത്ത് കേരളത്തിന് ആവശ്യമായിട്ടുള്ള വിഷലിപ്തമല്ലാത്ത വിഷരഹിതമായിട്ടുള്ള സേഫ് ടു ഈറ്റ് എന്ന രീതിയിലുള്ള പച്ചക്കറി പൂർണ്ണമായിട്ടും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 50,000 ഹെക്ടർ പ്രദേശത്ത് 5 കൊല്ലം കൊണ്ട് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം 10,000 ഹെക്ടർ സ്ഥലത്ത് 406 ക്ലസ്റ്ററുകളിലൂടെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് അത് സർട്ടിഫിക്കേഷൻ നടത്തി. സാർ, ഈ GAP സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കൃഷി ഓഫീസർമാരും അതുപോലെ തന്നെ കൃത്യമായി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിശോധനകളാണ്. അത് വിത്ത് ഇടുന്നത് മുതലുള്ള പരിശോധന നടത്തിയതിന് ശേഷം കൃഷി ഓഫീസർമാർ ഫീൽഡ് രജിസ്റ്റർ വിസിറ്റ് നടത്തി അവരുടെ ഡയറിയിൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കുറിപ്പ് എടുത്തതിന് ശേഷം ADMമാർ പരിശോധിച്ചതിന് ശേഷം ജില്ലാ തലത്തിലുള്ള ഓഫീസർ അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന രീതിയാണ്.
ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്കകത്ത് വിഷമില്ല എന്ന് പൂർണ്ണമായിട്ടും ലബോറട്ടറിയിൽ തന്നെ സാമ്പിൾ ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ഇത് ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഞങ്ങളുടെ ഓർഗാനിക് ഷോപ്പുകളിലൂടെ ഇത് വിതരണം നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി ഗവൺമെന്റ് തന്നെ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ഗവൺമെന്റ് ഏറ്റെടുക്കണം. എന്നാൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ഇത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളും ഈ രീതിയിലുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അവർക്കും GAP സർട്ടിഫിക്കേഷൻ കൊടുത്ത് പച്ചക്കറി വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും സാർ. ശ്രീ കെ രാജൻ. അതുപോലെ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ ഏറ്റവും മഹനീയമായ പാരമ്പര്യം കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള വിത്തുകളുടെ രംഗപ്രവേശമാണ്. രോഗപ്രതിരോധ ശേഷി ഉൾപ്പെടെ ആ വിത്തിനങ്ങൾ കേരളത്തിൻ്റെ മണ്ണിന് വലിയ പ്രാധാന്യം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ നെല്ല് വിത്തുകളിൽ മാത്രം 154 ഇനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാർ, ഇപ്പോഴത്തെ പ്രശ്നം പലതരം വിത്തുകൾ അത്യുൽപാദന ശേഷിയൊക്കെ പറഞ്ഞ പരസ്യം കൊടുത്തുകൊണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഇത് ഉപയോഗിക്കപ്പെടുന്നതോടുകൂടി യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ണ് മലിനപ്പെടുകയാണ്, മണ്ണിൻ്റെ സ്വന്തമായ പ്രതിരോധശേഷി നഷ്ടപ്പെടുകയാണ്. എൻ്റെ ചോദ്യം, എല്ലാ മേഖലയിലും കൃഷി രംഗത്ത് ശ്രദ്ധേയമായി ഇടപെടുന്ന ഈ ഗവൺമെൻറ് ഗുണനിലവാരമുള്ള വിത്തുകളെ കർഷകന് ബോധ്യപ്പെടാവുന്ന തരത്തിൽ അല്ലെങ്കിൽ കർഷകന് എത്തിക്കാവുന്ന തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് വ്യാജമായ കമ്പനികൾ ഇറക്കുന്ന വിത്തുകളെ ഉൾപ്പെടെ നിയന്ത്രിക്കാനും നല്ല വിത്തുകൾ കർഷകന് കിട്ടാനുമുള്ള ഇടപെടൽ നടത്താൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൽ വിത്തിന്റെ കാര്യത്തിൽ കൃഷിക്കാരെ സംബന്ധിച്ച് വിത്ത് ഗുണം 10 ഗുണം എന്നാണ് പറയുന്നത്. എന്നാൽ പലപ്പോഴും കൃഷിക്കാർക്കുള്ള ഏറ്റവും വലിയ പരാതി ഗുണനിലവാരമുള്ള വിത്തുകൾ അവർക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ നിലവിലുള്ള സീഡ് ആക്ട് 1966 സീഡ് റൂൾസ് 1968 പ്രകാരം കർശനമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് യോഗം ചേർന്ന് 8/12/2016 കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയും കേരളത്തിൽ ഇപ്പോൾ ഗുണനിലവാരമില്ലാത്ത വിത്തുകൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 6 മാസത്തിനകത്ത് ഈ ഏജൻസികളെല്ലാം ഈ ആക്ട് റൂളും പ്രകാരമുള്ള ലൈസൻസ് എടുത്തില്ലെങ്കിൽ ഈ ഏജൻസികൾക്ക് ഒന്നും തന്നെ വിത്ത് വിതരണം നടത്താനുള്ള ലൈസൻസ് റദ്ദാക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ VFPCക്കാണ് പ്രധാനമായിട്ടും വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം. അതുപോലെ സീഡ് അതോറിറ്റി ഉണ്ട്, നാഷണൽ സീഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് സാർ. ഇത് സീഡ് അതോറിറ്റിയുടെ ഒക്കെ പുറമെ VFPCക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള വിത്തുകൾ വിതരണം ചെയ്ത് പാക്ക് ചെയ്ത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ, ഈ വരുന്ന വർഷം മുതൽ VFPCയുടെ കീഴിൽ വരുന്ന വാഴക്കുളത്തുള്ള അവരുടെ പരീക്ഷണശാലയിൽ നിന്നും ഒരു വർഷം 2 കോടി പച്ചക്കറി നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ആധുനിക യന്ത്ര സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സാർ. ഇവിടെ പല മൾട്ടിനാഷണൽ കമ്പനികളും പല രീതിയിലുള്ള ഹൈബ്രിഡ് വിത്തുകൾ എന്ന നിലയിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും തന്നെ സംസ്ഥാന ഗവൺമെന്റ് സീഡ് ആക്ട് പ്രകാരമുള്ള ലൈസൻസ് എടുത്തുകൊണ്ടുള്ളതല്ല. 6 മാസത്തിനകം ഈ ലൈസൻസ് എടുക്കാത്ത ഒരു വിത്ത് കമ്പനികളെയും ഇവിടെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്നതല്ല സാർ. ഇവിടുത്തെ കൃഷി വകുപ്പിന് കീഴിലും യൂണിവേഴ്സിറ്റി കീഴിലുമുള്ള അക്രഡിറ്റഡ് ആയ സ്ഥാപനങ്ങളല്ലാതെ ഗവൺമെന്റ് അറിയാതെ കൃഷി വകുപ്പ് അറിയാതെ നിയമപ്രകാരം ഒരു വിത്തും വിൽപ്പന നടത്താൻ ഇവിടെ നിയമമില്ല. ആ നിയമം കർശനമായി പാലിച്ചുകൊണ്ട് കൃഷിക്കാർക്ക് ഗുണനിലവാരമുള്ള വിത്തുകൾ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ശ്രീമതി CK ആശ. സർ, അമുൽ മോഡലിൽ ജൈവ പച്ചക്കറികളുടെ സംഭരണ വിതരണ ശൃംഖല സൃഷ്ടിച്ചുകൊണ്ട് കൃഷിക്കാർക്ക് ന്യായമായ വിലയും ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള പച്ചക്കറികളും കിട്ടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുമോ? കേരളത്തില് ഈ പച്ചക്കറിയുടെ ഉൽപാദനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 52 ആഴ്ച കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ പ്രൊഡക്ഷനും മാർക്കറ്റിംഗ് സംവിധാനം വരുമ്പോൾ ഇത് ക്ലസ്റ്ററുകൾ രൂപീകരിച്ചുകൊണ്ടാണ്. A ഗ്രേഡ് ക്ലസ്റ്ററുകളും സാധാരണ ക്ലസ്റ്ററുകളും ഒക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് സാർ. പക്ഷേ ആ ക്ലസ്റ്ററുകൾ പലതും പ്രവർത്തന യോഗ്യമല്ല എന്നുള്ളതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓരോ വിൽപ്പന കേന്ദ്രങ്ങൾ ആരംഭിക്കാനും അവിടെയെല്ലാം ഈ വിഷരഹിതമായ പച്ചക്കറികൾ എത്തിക്കുന്നതിന് വേണ്ടി അമുൽ മോഡലിൽ കൃഷിക്കാരുടെ ക്ലസ്റ്ററുകൾ വ്യാപകമായി രൂപീകരിക്കാനും അത് കേന്ദ്രീകരിച്ച് സംഭരിക്കാനും വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് സാർ. അത് കൃഷി വകുപ്പ് മാത്രമല്ല, നിരവധി സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ കർഷകരുടെ കൂട്ടായ്മകളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾ ചെയ്തൊരു പരീക്ഷണ അടിസ്ഥാനം നടത്തിയ ഒരു കാര്യം, ഹോർട്ടികോർപ്പും VFPCക്കും കൃഷി വകുപ്പിന്റെ ക്ലസ്റ്ററുകൾ വഴി കൃഷിക്കാരിൽ നിന്നും 10% അധികം വിലയ്ക്ക് പച്ചക്കറി സംഭരിക്കുകയും ഗുണഭോക്താക്കൾക്ക് മാർക്കറ്റ് വിലയുടെ 30% വില കുറച്ച് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി വളരെ വിജയകരമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സാർ. ആ രീതിയിൽ കുറച്ചുകൂടെ ഓർഗനൈസ്ഡായ നിലയിൽ
ഈ അമുൽ മോഡലിൽ ഈ കൃഷിക്കാരുടെ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് പച്ചക്കറി ഉൽപ്പാദനവും മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനാണ് കൃഷി വകുപ്പ് ഉദ്ദേശിക്കുന്നത് സാർ. ശ്രീ അടൂർ പ്രകാശ്. സർ, 2012-13 സാമ്പത്തിക വർഷം സർ, കൃഷി വകുപ്പ് പച്ചക്കറി വികസനത്തിൻ്റെ കൂടുതൽ പച്ചക്കറി വികസനത്തിനായി ഒരു ബൃഹത് പദ്ധതി തയ്യാറാക്കുകയുണ്ടായി. സർ, 2015-16 ഏതാണ്ട് 64 കോടി രൂപയാണ് ചെലവഴിക്കുവാൻ വേണ്ടി ബഡ്ജറ്റിൽ വക കൊള്ളിച്ചിരുന്നത്. സർ, അതിൻ്റെ 86% അത് ചെലവഴിച്ചതായിട്ടാണ് കാണുന്നത്. സർ, 2016-17 സാമ്പത്തിക വർഷം ഇവിടെ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഏതാണ്ട് 68 കോടി ചെലവാനുമാണ് അതിനുവേണ്ടി വകയിരുത്തിയത്. സർ, നാളിതുവരെ എന്തെങ്കിലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ചെലവഴിച്ചത് എത്രയാണ് എന്ന് അങ്ങേക്ക് വ്യക്തമാക്കാൻ കഴിയും? ഈ പദ്ധതിയുടെ പ്ലാൻ വിഹിതം ചെലവഴിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസ തലത്തിൽ നടത്തുന്ന മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ 68% പ്ലാൻ ഫണ്ട് ചെലവഴിച്ചതായിട്ടാണ് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് സാർ. മാത്രമല്ല, അങ്ങ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പച്ചക്കറി ഉൽപ്പാദനത്തിന് വേണ്ടി ബൃഹത്തായ പദ്ധതി ഉണ്ടാക്കി എന്നത് സത്യമാണ്. നിരവധിയായ പ്രവർത്തനങ്ങളും ആ ഗവൺമെന്റ് കാലത്ത് നടത്തി എന്നുള്ളതും ശരിയായ കാര്യമാണ്. ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ഇത്തവണ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന കാര്യം പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൊണ്ടുവരാൻ വേണ്ടി ഈ കഴിഞ്ഞ വർഷത്തിൽ വ്യത്യസ്തമായ 85 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് വകയിരുത്തിയിരിക്കുന്നത് സാർ. ഇതിലൊരു പ്രധാനപ്പെട്ട അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന പണത്തിൽ വലിയ ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ്. RKVY ഇപ്പോൾ തന്നിരിക്കുന്ന നിർദ്ദേശം ഇതുപോലെ കൃഷിക്കാർക്ക് വേണ്ടി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം കൊടുക്കുന്നതിനെ പറ്റിയല്ല അവർ പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി പദ്ധതി പണം ചെലവഴിക്കണം എന്ന നിലയിലാണ് അവരുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. അത് നമുക്ക് വലിയ ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കൃഷിക്കാർക്ക് കിട്ടേണ്ട പല സബ്സിഡികളും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൃഷിക്കാർക്ക് പച്ചക്കറി കൃഷിക്കാർക്ക് ആ പദ്ധതി പ്രകാരം 15,000 രൂപ ഹെക്ടറിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓർഗാനിക് കൃഷിക്ക് വേണ്ടി 3,000 രൂപ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സാർ. അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളൊന്നും മോശമാണെന്ന അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിനേക്കാൾ കൂടുതലായി കുറച്ചുകൂടി ഓർഗനൈസ്ഡായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 5 കൊല്ലം കൊണ്ട് പൂർണ്ണമായിട്ടും കേരളത്തെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടി കഴിയുമെന്ന് ഒരു ആത്മവിശ്വാസം പറയുന്നത് സാർ. ശ്രീ കെ കുഞ്ഞിരാമൻ. സാർ, പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റ് ഇടപെടുന്ന നടപടി ഏറ്റവും ശ്ലാഘനീയമാണ് സാർ. അതിനുവേണ്ടി ഒരുപാട് കാശ് ചെലവഴിക്കുന്ന കണക്കൊക്കെയാണ് മന്ത്രി വിശദീകരിച്ചത്. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരു കാര്യം പറയാനുള്ളത്, സാറേ, കാലാകാലം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി കൃഷിയെടുക്കുന്ന കർഷകർ നെൽകൃഷിയായാലും പച്ചക്കറിയായാലും അവർക്ക് കൃഷിഭവനിൽ ഒരു സഹായം കൊടുക്കുന്നില്ല സാർ. പുതുതായി എടുക്കുന്ന ഏതെങ്കിലും ക്ലസ്റ്ററോ അല്ലെങ്കിൽ കുടുംബശ്രീയോ മറ്റേതെങ്കിലും അല്ലെങ്കിൽ ഒഴിച്ചിട്ട ഭൂമി എടുക്കുന്നവർക്ക് മാത്രമേ ഈ കൃഷിഭവനിൽ നിന്ന് സഹായം കൊടുക്കുന്നത്. അത് എല്ലാ കാലവും കൃഷി എടുക്കുന്ന കൃഷിക്കാർക്കും കൂടി ഒരു ധനസഹായം ചെയ്യാൻ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൃഷി വകുപ്പ് തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, കൃഷിക്കാർക്കല്ലാതെ ആർക്കാണ് സാർ സഹായം കൊടുക്കാൻ കഴിയുക? അവിടെ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ലഭ്യമാകാവുന്ന രീതിയിലാണ് കൃഷി വകുപ്പിന്റെ എല്ലാ പദ്ധതികളും വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ അതിന് വിഭാവനം ചെയ്തതിന് വിരുദ്ധമായ രീതിയിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർക്ക് അത് സഹായം ചെയ്യുന്നില്ലെങ്കിൽ പ്രത്യേകം പരിശോധിക്കുന്നതായിരിക്കും സാർ. പൊതുവെ കേരളത്തിൽ കുടുംബശ്രീകളാണെങ്കിലും അതുപോലെ തന്നെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നവർക്കെല്ലാം അതിന്റെ സാങ്കേതികത്വം നോക്കാതെ തന്നെ അവർക്ക് ആവശ്യമായ സബ്സിഡി കൊടുക്കാൻ ആവശ്യമായ ഉത്തരവുകൾ ഇതിനൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല സാർ. ഈ വർഷം ഞങ്ങൾ ഇത്തരം കൃഷിക്കാർക്ക് വേണ്ടി കൂടുതൽ പണം പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിക്കാർക്ക് വേണ്ടി അവർക്ക് പലിശ ഇപ്പോൾ വട്ടവട കാന്തല്ലൂർ മേഖലയിൽ 464 JLG ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും കേരള ഗ്രാമീൺ ബാങ്കുമായി ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 15,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ അവർക്ക് പലിശരഹിതമായ വായ്പ ഗ്രാമീൺ ബാങ്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു സാർ. അവർ കൃത്യമായ 4% പലിശ അടയ്ക്കുകയാണെങ്കിൽ ആ 4% പലിശ കൃഷി വകുപ്പ് അവർക്ക് വേണ്ടി കൊടുക്കുന്നത് വഴി പൂർണ്ണമായിട്ട് പലിശരഹിതമായ വായ്പ കൃഷിക്കാർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി വട്ടവട കാന്തല്ലൂർ മേഖലയിൽ ആരംഭിച്ചതുപോലെ കേരളത്തിലെമ്പാടും ആരംഭിക്കാൻ വേണ്ടി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാകുകയാണ് സാർ. ശ്രീ CF തോമസ്. ജൈവ പച്ചക്കറി, ജൈവ സംസ്ഥാനം, ഇതൊക്കെ നമ്മൾ അതിശക്തമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തു, ഈ ഗവൺമെൻറ് വീണ്ടും തുടരുകയാണ്. പക്ഷേ പ്രായോഗികമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും വേണ്ടിടത്തോളം ഫലപ്രദമല്ല. പ്രായോഗികമായിട്ട് ആവശ്യത്തിന് ജൈവ കീടനാശിനികൾ കിട്ടുന്നില്ല, ഫലപ്രദമായിട്ട് പൂർണ്ണമായിട്ടുള്ള കീടനാശിനികളില്ല എന്നൊക്കെയുള്ള പരാതികൾ കൃഷിക്കാർക്കുണ്ട്. അപ്പോൾ ഈ ജൈവ കീടനാശിനികൾ അവർക്ക് ലഭ്യമാക്കാൻ, അത് സമയത്ത് ലഭ്യമാക്കാൻ, ഫലപ്രദമായ കീടനാശിനികൾ ലഭ്യമാക്കാനും
വളങ്ങളും അതുപോലെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. സാർ, അങ്ങ് പറഞ്ഞ വളരെ ശരിയായ ഒരു കാര്യമാണ് സീഫ് പറഞ്ഞത്. കാരണം ഇപ്പോൾ ആളുകൾ ജൈവ കൃഷിയിലേക്ക് വന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഗുണമേന്മയുള്ള ജൈവ വളങ്ങളും ജൈവ കീടനാശിനി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സാർ ഇന്ന് വൈകിട്ട് നടക്കുന്ന കേരള ഓർഗാനിക്കിൻ്റെ ഭാഗമായി ഒരു പരിപാടി കൂടെ വെച്ചിട്ടുണ്ട് സാർ. VFPCക്ക് 14 തരത്തിലുള്ള ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും പൂർണ്ണമായിട്ടും അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള VFPCക്ക് തന്നെ, അത് പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റീജിയണൽ സെൻറ്റർ ഫോർ ഓർഗാനിക് ഫാമിംഗ് എന്ന സ്ഥാപനമാണ് കേന്ദ്രാടിസ്ഥാനത്തിൽ ഈ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ അക്രഡിറ്റഡ് ഏജൻസി ആയിട്ട് അംഗീകരിച്ചിരിക്കുന്ന VFPCക്കാണ് സാർ. ആ VFPCക്ക് തന്നെ നേരിട്ട് ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഈ കീടനാശിനികളും ജൈവ വളങ്ങളും ഇപ്പോൾ പുറത്തിറക്കാൻ പോവാണ്. അതിന് പുറമെ യൂണിവേഴ്സിറ്റിയുടെ KVKകൾ, സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിലുള്ള ചെറിയ ക്ലസ്റ്ററുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം അഗ്രോ സർവീസ് സെൻ്ററുകൾക്കെല്ലാം പ്രത്യേകമായി പരിശീലനം കൊടുത്തുകൊണ്ട് ഗുണമേന്മയുള്ള ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഉൽപ്പാദിപ്പിക്കാനും, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ലബോറട്ടറിയിലൂടെ ബയോ കൺട്രോൾ ഏജൻസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും, ബയോ കൺട്രോൾ ഏജൻസിന്റെ ശാസ്ത്രീയമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ഇപ്പൊ തന്നെ 2 KVKകൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വികേന്ദ്രീകൃതമായ നിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൃഷിക്കാർക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ. ശ്രീ EK വിജയൻ. സാർ, കേരള ഗവൺമെന്റ് അങ്ങ് പ്രത്യേകവും താല്പര്യമെടുത്ത് ജൈവ കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏറെ മുന്നോട്ട് വരികയും അത് ജനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ കാലാവസ്ഥ അതിന് പ്രതികൂലമായിരിക്കുകയാണ്. വലിയ തോതിൽ കൃഷി ചെയ്യുന്ന മേഖലകളിലൊക്കെ തന്നെ അതിന് ഈ വരൾച്ച തടസ്സമായി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിക്കുന്ന മുറയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജലസേചന സൗകര്യത്തിന് ഉള്ള സംവിധാനം ഒരുക്കുന്നതിൽ ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ജനങ്ങൾ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം വരാനാണ് സാധ്യത. സാർ, ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കൃഷിക്കാരും നാട്ടുകാരും ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ നമ്മുടെ ഹരിത കേരളം മിഷൻ തന്നെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ജലത്തിൻ്റെയും മണ്ണിൻ്റെയും സംരക്ഷണമാണ്. അതുവഴി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ജലത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കൃഷി മാത്രമാണ്. അപ്പം അതുകൊണ്ട് കൃഷി എന്ന് പറയുന്നത് വെറുതെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല, കൃഷിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജലം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം കൂടി ഒരുക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങ് പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ 10,000 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന 1,00,000 മെട്രിക് ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ സാർ, ഇത്തവണത്തെ ഡ്രോട്ടിൻ്റെ ഫലമായി ആ 1,00,000 ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ് ഉദ്യോഗസ്ഥന്മാർ പ്രകടിപ്പിക്കുന്നത്. കാരണം ഉൽപ്പാദനം കുറയാണ്. പച്ചക്കറിയുടെ ഉൽപ്പാദനം ഇപ്പോൾ 1,00,000 ഏക്കറയിൽ നിന്നും 20 ടൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് 10-12 കുറയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഡ്രോട്ട് നമുക്കൊരു പാഠമാണ്. അതുകൊണ്ട് നമ്മുടെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടലാണ് ഹരിതകേരളം പരിപാടിയിലൂടെ ഗവൺമെൻറ് ലക്ഷ്യമാക്കുന്നത്. അത് നടപ്പിലാക്കുന്നതോടുകൂടി പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ജലത്തിൻ്റെ ലഭ്യതയും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും ഉറപ്പുവരുത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സാർ. സാർ, ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഈ ഹോർട്ടികോർപ്പിൽ നിന്നും ആളുകൾക്ക് സൗജന്യമായിട്ട് അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ പച്ചക്കറി വിതരണം ചെയ്യാൻ കഴിയുള്ളൂ സാർ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാകാനുള്ള ഫണ്ടുകൾ പ്രോജക്റ്റുകൾ പോലും കൊടുക്കുന്നില്ല. അപ്പോൾ അത് സമയബന്ധിതമായി കൊടുത്ത് കൃഷിക്കാരെ, സാധാരണക്കാരായ ജനങ്ങളെ വിലക്കയറ്റിൽ നിന്ന് സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സാർ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് ഹോർട്ടികോർപ്പിൽ ഏറ്റവും അധികം അഴിമതി നടന്നത് സാർ. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് കേരളത്തിലെ പച്ചക്കറി ഉൽപ്പാദനം എടുക്കാതെ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കൊണ്ടുവന്ന് വിഷ പച്ചക്കറിയിൽ ഏറ്റവും അധികം വിറ്റഴിച്ച് അതിന്റെ MDയെ പുറത്താക്കേണ്ടി വന്ന കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് സാർ. ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ സൂചിപ്പിച്ച കാര്യം, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് സാർ. സാർ, എന്താണ് സത്യം പറയുമ്പോ സതീശൻ, ഞാൻ പ്രകോപിപ്പിക്കാൻ പറഞ്ഞ കാര്യമല്ല സാർ. ഞാൻ അങ്ങയെ പ്രകോപിപ്പിക്കാൻ പറഞ്ഞ കാര്യമല്ല. അങ്ങ് പ്രകോപിതനാവേണ്ട കാര്യം, ഞാൻ നുണയൊന്നും പറഞ്ഞില്ല സാർ. ഞാനൊരു വസ്തുത പറഞ്ഞതാണ് സാർ. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം വസ്തുതയാണ് സാർ. മന്ത്രി ആൻസർ പറയുന്നില്ല. അപ്പോ അങ്ങ് അദ്ദേഹം പറഞ്ഞ ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളുകളിൽ 50% വില കൂടുതലാണ് എന്ന് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ് സാർ. ഇനി അങ്ങ് പറഞ്ഞ കാര്യത്തിൽ 50% വില കൂടുതൽ ഉണ്ടെങ്കിൽ കർശനമായി പരിശോധിക്കും സാർ. മാത്രമല്ല ബഹുമാന സതീശൻ, ഞാൻ അങ്ങ് പറയുമ്പോൾ ഞാൻ ഇരിക്കാം. ഞാൻ എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ അങ്ങേ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങ് അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞ കാര്യം ഒരു വസ്തുത മാത്രമാണ്. ചോദ്യോത്തര വേളയിൽ ഈ ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴാണ് മറുപടി.
എന്നെ മറുപടി പറയാൻ അവസരം തരണം സാർ. അതാ പറ്റിയത്. ഇത് പ്രകോപനം ഉണ്ടാവുന്ന കാര്യമാണ് സാർ. അല്ല ഈ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വില കുറച്ച് കൊടുത്തു, ഈ ഗവൺമെന്റ് വില കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ വസ്തുത പറഞ്ഞാണ് സാർ ഞാൻ. അതിൽ എന്തിനാണ് വിഷമിക്കേണ്ട കാര്യം എന്താണ് സാർ? സാർ ഇവിടെ ഇവിടെ ഞാൻ വസ്തുതാവിരുദ്ധമായ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ പ്ലീസ് നിങ്ങൾ ഇരിക്കുക. സാർ ഒരു കാര്യം പറയട്ടെ സാർ. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി മറുപടി പറയണം. അദ്ദേഹം ചോദിച്ചു, ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു കേട്ടെ. സാർ അതായത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാന ഗൗരവമായ കാര്യമുണ്ട് സാർ. പ്ലീസ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികള് വേണ്ട സമയത്ത് എത്തിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് സാർ. കൃഷി വകുപ്പ് ഈ വർഷം മുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ അവിടെ നിന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി 2 ഉദ്യോഗസ്ഥന്മാരെ സ്ഥിരമായി ഡൽഹിയിൽ നിയോഗിക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് സാർ. മാത്രമല്ല സ്റ്റേറ്റ് വോട്ടിംഗ് മിഷന്റെയും നാഷണൽ വോട്ടിംഗ് മിഷന്റെയും പദ്ധതികൾ കൃത്യമായി ലഭ്യമാക്കുന്നതിന് വേണ്ടി അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള എല്ലാ പരിപാടികളും എല്ലാ പ്രോജക്റ്റുകളും സമർപ്പിച്ചു കഴിഞ്ഞു സാർ. ഒരു കാര്യം, അങ്ങക്ക് ആരാണിത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും രീതിയിൽ അങ്ങ് പറഞ്ഞതുപോലെ ഏതെങ്കിലും സ്റ്റാളുകളിൽ ഈ ഗവൺമെന്റിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി വില കൂടുതൽ വിൽക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കർശനമായി പരിശോധിക്കും സാർ. മാത്രമല്ല ഹോർട്ടികോർപ്പിന്റെ ഒരു ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും സ്ഥലത്ത് അടച്ചുപൂട്ടിയെന്ന് അങ്ങ് എഴുതി തരികയാണെങ്കിൽ അത് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. അതിന് പുറമെ അങ്ങേക്ക് പുതിയ ഹോർട്ടികോർപ്പിന്റെ സ്റ്റാൾ ആവശ്യമുണ്ടെങ്കിൽ ആ സ്റ്റാൾ അനുവദിച്ചു വരുന്നതായിരിക്കും സാർ. ശ്രീ കെ കൃഷ്ണൻകുട്ടി. സാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൃഷി മന്ത്രിയുടെയും സഭയുടെയും ശ്രദ്ധിക്കണം സാർ. GM സീഡ്സിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുത്തു. തമിഴ്നാടും കർണാടകയും ഒക്കെ തന്നെ അതിൻ്റെ ട്രയൽ റണ്ണിങ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ ഇവിടെ കൊണ്ട് നോക്കുമ്പോൾ അത് എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും? അതിനുള്ള സൗകര്യങ്ങൾ നമ്മളവിടെ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക്. സാർ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. GM സീഡ്സിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചുകൂട്ടിയ മീറ്റിംഗിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടായി. അതിനുവേണ്ടി കൃഷി വകുപ്പിന്റെ ടീം അവിടേക്ക് പോകുന്നുണ്ടായി സാർ. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സയന്റിസ്റ്റും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡയറക്ടറും പ്രൊഡക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ അവിടെ പോയി കേരള ഗവൺമെന്റ് GM സീഡ്സ് പ്രത്യേകിച്ച് കടുക് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ശക്തമായിട്ടുള്ള നമ്മുടെ വിയോജനം നമ്മളവിടെ രേഖപ്പെടുത്തുകയുണ്ടായി, ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി സാർ. മാത്രമല്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പല സ്റ്റേറ്റുകളും ഈ GM സീഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലബോറട്ടറികൾ സ്ഥാപിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് സാർ. അതൊരു പ്രായോഗികമായി പൂർണ്ണമായി നടപ്പാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഗവൺമെന്റ് ആലോചിക്കുന്നത് ഈ GM സീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് വിൽപ്പന നടത്തിക്കൊണ്ട് പിന്നെ വരുന്ന പച്ചക്കറികൾ അത് വിഷലിപ്തമായ പച്ചക്കറി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് വരാതിരിക്കാൻ ആവശ്യമായ പ്രിക്കോഷൻസ് എങ്ങനെ എടുക്കണമെന്നതിനെ പറ്റി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വിദഗ്ധന്മാരുമായി ആലോചിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും സാർ. ചോദ്യം നമ്പർ 272 ശ്രീ KV അബ്ദുൽ ഖാദർ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. സാർ, നവകേരളത്തിനായി ജനകീയാസൂത്രണം എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 21/1/2017 തൃശ്ശൂരിൽ നിർവഹിച്ചിട്ടുണ്ട്. വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടെയുള്ള ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളും അതുവഴി ഒരു നവകേരള സൃഷ്ടിയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. BNC എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 13ാം പഞ്ചവത്സര പദ്ധതിയും 2017-18 വാർഷിക പദ്ധതിയും തയ്യാറാക്കുന്നതിന് ആസൂത്രണ സമിതികളും വർക്കിംഗ് ഗ്രൂപ്പുകളും അടിയന്തരമായി രൂപീകരിച്ച് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വികസന രേഖ തയ്യാറാക്കുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി ആസൂത്രണം, നിർവഹണം, വിലയിരുത്തൽ എന്നീ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിർവഹണ പ്രക്രിയയിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഭരണസമിതിയെ സഹായിക്കുക എന്നതുമാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. ഉൽപാദന മേഖല, നഗരാസൂത്രണം, വിവിധ തലങ്ങളിലെ പദ്ധതികൾ തമ്മിലുള്ള ഏകോപനം, ബഹുതല ആസൂത്രണം, യുവജന പങ്കാളിത്തം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയായിരിക്കും നവകേരളത്തിനായി ജനകീയാസൂത്രണം പരിപാടി നടപ്പിലാക്കുക. വാർഷിക പദ്ധതി സംബന്ധിച്ച മാർഗരേഖ താമസിയാതെ പുറത്തിറങ്ങുന്നതാണ്. ശ്രീ അബ്ദുൽ ഖാദർ. സാർ, പുരോഗതിക്കൊപ്പം സാമൂഹ്യനീതി, സുരക്ഷ, വിനോദം, വിശ്രമം, ജീവിത നിലവാരം തുടങ്ങി വികസനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും സമഗ്രതയിലേക്ക് കേരളത്തെ ഉയർത്തുകയാണ് 13ാം പദ്ധതിയുടെ ലക്ഷ്യം. ഉൽപാദന മേഖല, നഗരാസൂത്രണം, വിവിധ തലങ്ങളിലെ പദ്ധതികൾ തമ്മിലുള്ള ഏകോപനം, ബഹുതല ആസൂത്രണം, യുവജന പങ്കാളിത്തം എന്നീ മേഖലകൾക്ക് പ്രാമുഖ്യം നൽകും എന്നും ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാറ്, ഇവിടെ നമ്മുടെ
ജില്ലാ തലത്തിൽ ഇത്